അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ വചനങ്ങളിൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും നിഷേധിച്ചാലും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരുന്നാലും ഭൗതിക ലോകത്ത് മനുഷ്യരെ പിടികൂടാനിരിക്കുന്ന വമ്പിച്ച അപകടങ്ങളെക്കുറിച്ചും പിന്നീട് പരലോകത്ത് അതിനോടനുബന്ധമായി അവർക്ക് ഏൽക്കേണ്ടി വരുന്ന വൻ പ്രതിസന്ധികളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയുണ്ടായി. ശേഷം മുൻകാലങ്ങളിൽ സംഭവിച്ചതായ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. അതിനുശേഷം മനുഷ്യർക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന മറ്റൊരു വലിയ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ് അടുത്ത വചനത്തിൽ. 19-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവലം യറൗ ഇലത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. ആയത്തിന്റെ അർത്ഥം, അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കുന്നില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. അവലം യറൗ, അവർ നോക്കിയില്ലേ, ഇലത്വയ്രി പക്ഷിയിലേക്ക്, ഫൗഖഹും അവർക്ക് മുകളിലുള്ള, സോഫാത്തിൻ ചിറക് വിടർത്തിക്കൊണ്ട് പറക്കുന്ന, വയഖ്ബിദ്ന അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന, മാ യുംസികുഹുന്ന അതിനെ താങ്ങി നിർത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ലർ റഹ്മാൻ പരമകാരുണികനല്ലാതെ, ഇന്നഹു തീർച്ചയായും അവൻ ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ബസീറുൻ കണ്ടറിയുന്നവനാകുന്നു എന്നാണ്. അപ്പൊ നമ്മുടെയൊക്കെ ചിന്തകളിൽ ഇന്നും വലിയൊരു അത്ഭുതമായി നിലനിൽക്കുന്ന വസ്തുതയാണ് പറവകളും അവകളുടെ സഞ്ചാരങ്ങളും എന്നുള്ളത്. ആ പറവകളുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കുവാനും വിഭിന്നവും വ്യത്യസ്തവുമാകുന്ന ആ സൃഷ്ടി വൈഭവങ്ങളിലൂടെ അതിന്റെ രക്ഷിതാവിനെ കണ്ടെത്തുവാനുമുള്ള റബ്ബിന്റെ ആഹ്വാനമാണ് ഈ ആയത്തുകളിൽ ഉൾക്കൊള്ളുന്നത്. ആകാശങ്ങളിൽ പറന്നുയരുവാനും താഴോട്ട് വന്ന് നിലം പതിക്കാതെ വായുവിന്റെ മർദ്ദവും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും പരസ്പരം തുലനം ചെയ്ത് അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കുവാനും തനിക്ക് വേണ്ട ഉപജീവനങ്ങൾ തേടിപ്പിടിക്കുവാനും എല്ലാം ഭൂമിയെയും ആകാശത്തെയും പറവകൾക്ക് വേണ്ടി സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് മനുഷ്യൻ ഉറ്റാലോചിക്കുവാനും അവന്റെ ശക്തിയെയും അവന്റെ കഴിവിനെയും കുറിച്ച് ആലോചിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിറകുകൾ ചേർത്തിപ്പിടിച്ചും വിടർത്തിപ്പിടിച്ചും പറന്നുയരുന്ന പറവകളിൽ ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അവകളെ പിടിച്ചു നിർത്തുന്നത് പരമകാരുണികനല്ലാതെ മറ്റാരും തന്നെയല്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവകളെ താങ്ങി നിർത്തുന്നത് എന്നാണ്. താഴോട്ട് വന്നു പതിക്കാതെ അവകളെ താങ്ങി നിർത്തുന്നത്, അവകളെ സൃഷ്ടിക്കുന്ന, അവകളെ പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. സൂറത്തുൻ നഹ്ലിലെ 79-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിക്കുന്നുണ്ട്. അലം യറൗ ഇലത്വയ്രി, പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ, മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അഥവാ അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന ആ പക്ഷികളുടെ നേർക്ക് അവർ മനുഷ്യന്മാർ നോക്കുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അതിനെ ആരും തന്നെ താങ്ങി നിർത്തുന്നില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, വിശ്വാസികളായുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിൽ ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സംവിധാനിച്ചതും അവകളെ നിയന്ത്രിക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനല്ലാതെ അത് മറ്റാർക്കും തന്നെ സാധ്യവുമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫാത്തിറിലെ 41-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുംസികുസ് സമാവാതി വൽ അർള അൻ തസൂല, അഥവാ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും അതിന്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു. വല ഇൻസാലത, അതെങ്ങാനും നീങ്ങിപ്പോവുകയാണെങ്കിൽ, ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, അല്ലാഹുക്ക് പുറമെ ആരാണ് അതിനെ പിടിച്ചു നിർത്തുക? ആർക്കും തന്നെ അതിന് സാധിക്കുകയില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, തീർച്ചയായും അവൻ ഏറെ സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു എന്നാണ്. സൂറത്തുൽ ഹജ്ജിലെ 65-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല
സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി ഫിൽ ബഹർ. അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അത് നീ മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വയുംസിക്കു സമാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇസ്നിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി കൂടാതെ ഭൂമിയിൽ വീണു പോകാത്ത വിധം ഉപരിലോകത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹുവല്ലാത്ത മറ്റു പലർക്കും ഇതിനെല്ലാം കഴിവുണ്ടെന്നും ആകാശങ്ങളും ഭൂമിയുമെല്ലാം മറ്റു പലരുടെയും നിയന്ത്രണത്തിലാണെന്നും അവകാശപ്പെടുകയും അവർക്ക് വേണ്ടി ആരാധനകളും തേട്ടങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ മനുഷ്യർക്കിടയിൽ കാണുവാൻ സാധിക്കുമെന്നാൽ അതെല്ലാം തന്നെ ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ദുർവാദങ്ങളാണെന്നും അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട പ്രവർത്തികൾ മനുഷ്യർക്കോ മനുഷ്യരുടെ കൂട്ടത്തിലെ നേതാക്കൾക്കോ രാജാക്കന്മാർക്കോ പോലും ചെയ്യാൻ കഴിയാത്തതാണെന്നും കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന് പുറമെ അഭൗതികമായി മനുഷ്യർക്ക് സഹായം എത്തിക്കുവാൻ ഒരു സൃഷ്ടിക്കും തന്നെ സാധ്യമല്ല. ശേഷം 20-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. അതെല്ലാം പരമകാരുണികന് പുറമെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരാണ് ഉള്ളത്? സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും, അതല്ല ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരാണ് ഉള്ളത്? യൻസുറക്കും നിങ്ങളെ സഹായിക്കുവാൻ, മിൻ ദൂനിർ റഹ്മാൻ പരമകാരുണികന് പുറമെ, ഇനിൽ കാഫിറൂന തീർച്ചയായും സത്യനിഷേധികൾ, ഇല്ലാ ഫീ ഗുറൂർ അവർ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാകുന്നു. അഥവാ യൻസുറക്കും ഇദാ അറാദ ബിക്കുമുർ റഹ്മാൻ സൂഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വല്ല ദോഷവും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫയദ്ഫഉഹു അൻകും അത് നിങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുവാൻ മാത്രം കെൽപ്പുള്ള ആരാണ് നിങ്ങൾക്കുള്ളത് എന്നാണ്. ഐ മനില്ലദി യൻസുറുക്കും അലാ അദാഇക്കും ഗൈറ റഹ്മാൻ, പരമകാരുണികനല്ലാതെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കുവാൻ അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാണ് ഉള്ളത് എന്നാണ്. ഫഇന്നഹു തആല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് ഹുവൻ നാസിർ, അവനാണ് നിങ്ങൾക്ക് സഹായിയായിട്ടുള്ളത്. അൽ മുഇസ്സു അൽ മുദിൽ, നിങ്ങൾക്ക് പ്രതാപം നൽകുന്നവനും അതേപോലെ തന്നെ നിങ്ങളെ നിന്ദ്യരാക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാകുന്നു എന്നാണ്. അതാണ് നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തടഞ്ഞതിനെ നൽകുവാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല, അതേപോലെ തന്നെ നീ നൽകിയത് തടയുവാനും ഒരാളും തന്നെ ഇല്ല എന്ന ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോവുക എന്നുള്ളത് അത് പിശാചിന്റെ ഇടപെടൽ കാരണത്താലായിരിക്കും. അവന്റെ വഞ്ചന മനുഷ്യനെ പിടികൂടുന്നത് മൂലമായിരിക്കും. അതാണ് ശേഷമുള്ള ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, സത്യനിഷേധികൾ, സത്യത്തെ നിഷേധിക്കുന്നവരായുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുന്നവരായുള്ള ആളുകൾ, അല്ലാഹുവിനെ നിഷേധിക്കുന്നവരായുള്ള ആളുകൾ, അവരെല്ലാം തന്നെ വഞ്ചനയിൽ പെട്ടിരിക്കുക മാത്രമാണ്. ഇല്ലാ ഫീ ഗുറൂർ എന്നാണ്. വദാലിക അന്ന ശൈത്വാൻ യഗുറുഹും, അതെന്താണെന്നാൽ പിശാച് അവരെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫയഖൂൽ, അവനിങ്ങനെ ആ മനുഷ്യനോട് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യും, ഇന്നൽ അദാബ ലാ യൻസിലു ബിക്കും, അങ്ങനെ പ്രത്യേകിച്ചൊരു ശിക്ഷയൊന്നും നിങ്ങൾക്ക് ഇറങ്ങുവാനില്ല, അതൊക്കെ വെറുതെ പറയുകയാണ് എന്നിങ്ങനെ തോന്നിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഇതേ സ്വരത്തിൽ ശേഷമുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്. 21-ാമത്തെ വചനം, അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, അതല്ലെങ്കിൽ അല്ലാഹു തന്റെ ഉപജീവനം നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുവാനായി ആരാണ് ഉള്ളത്? എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകിയിരിക്കുകയാകുന്നു. അമ്മൻ ഹാദല്ലദീ യർസുഖുകും, നിങ്ങൾക്ക് ഉപജീവനം നൽകുവാൻ ആരാണ് ഉള്ളത്? ഇൻ അംസക റിസ്ഖഹു, അവൻ അവന്റെ ഉപജീവനത്തെ നിർത്തിവെച്ചാൽ, പിടിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരാണ് ഉപജീവനം നൽകുക എന്ന. ബൽ, എങ്കിലും എന്നാലും, ലജ്ജു അവർ മുഴുകിയിരിക്കുകയാകുന്നു, ഫീ ഉതുവ്വിൻ ധിക്കാരത്തിലും, വനുഫൂരിൻ വെറുപ്പിലും അവർ മുഴുകിയിരിക്കുകയാകുന്നു എന്നാണ്. ഇതിന് സമാനമായ മറ്റൊരു വചനം സൂറത്തു സബയിൽ നമുക്ക് കാണാം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ്, പ്രവാചകരെ, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ
ഖുൽ താങ്കൾ പറയുക അല്ലാഹു അല്ലാഹു ആകുന്നു ഞങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന്. ഉപജീവനം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ വചനത്തിൽ കാണാം, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു അല്ലാത്ത മറ്റേത് സൃഷ്ടാവാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും തന്നെ ഇല്ല. ഫഅന്നാ തുഫകൂൻ, എങ്ങനെയാണ് പിന്നെ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് എന്നാണ്. അപ്പോൾ ഉപജീവനം നൽകുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്. അത് അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യവുമാണ്. അതെന്താണെന്നാൽ വദാലിക ലിഅന്നല്ലദീ യഖ്ദിറു അലൽ ഖൽഖി ഹുവല്ലദീ യംലികുൽ ഖുദ്റത അലർ റിസ്ഖ്. സൃഷ്ടിക്കുവാൻ കഴിയുന്നത് ആർക്കാണോ അയാൾക്ക് മാത്രമായിരിക്കും ഉപജീവനം നൽകുവാൻ കഴിയുക എന്നതാണ്. അപ്പോൾ ഏതൊരു സൃഷ്ടിയെയും സൃഷ്ടിച്ചവനും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് ആരാണോ ആ രക്ഷിതാവിന് മാത്രമേ അതിന് ഉപജീവനം കൃത്യമായി നൽകുവാനും സാധിക്കുകയുള്ളൂ എന്നാണ്. സൂറത്തുർ റൂമിലെ 40-ാമത്തെ വചനം, അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, സുമ്മ റസഖകും, എന്നിട്ട് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്യുന്നത് അവനാണ്, സുമ്മ യുമീതുകും, ഇനി നിങ്ങളെ മരിപ്പിക്കുന്നതും അവൻ തന്നെയാണ്, സുമ്മ യുഹ്യീകും, അതിനുശേഷം നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അല്ലാഹുവിൻ്റെത് മാത്രമായ വിശേഷണങ്ങളാണ്. മിൻ കമാലിൽ ഖുദ്റതി അലൽ ഇഹ്യാഇ വൽ ഇമാതതി വൽ റിസ്ഖ്, ജീവിപ്പിക്കലാകട്ടെ മരിപ്പിക്കലാകട്ടെ ഉപജീവനം നൽകലാകട്ടെ എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമായുള്ള കഴിവാണ്, അല്ലാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളുമാണ്. വഖദ് ബയ്യന തആല അന്ന ദാലിക ലിമൻ ബിയദിഹി മഖാലിദുൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും താക്കോലുകൾ ആരുടെ കരങ്ങളിലാണോ ഉള്ളത് അവന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ പക്കലാണുള്ളത്. സൂറത്ത് സുമറിലെ 63-ാമത്തെ വചനത്തിൽ ലഹു മഖാലിദുസ് സമാവാതി വൽ അർദ്, അല്ലാഹു പറയുന്നു അല്ലാഹുവിന്റെ കരങ്ങളിലാകുന്നു ആകാശഭൂമികളുടെ താക്കോലുകൾ, അത് അല്ലാഹുവിന്റെ പക്കലാകുന്നു ഉള്ളത്. സൂറത്ത് ശൂറായിലെ 12-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു. വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് കുടുസതയാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സസൂക്ഷ്മം അറിയുന്നവനാകുന്നു. അഥവാ യബ്സുത്തു വയഖ്ദിർ, ഉപജീവനം വിശാലമാക്കുകയും എടുക്കുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലാ അൻ നഖ്സിൻ വലാ ഹാജത്തിൻ, അത് ഒരു സൃഷ്ടിക്ക് പ്രത്യേകമായി ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ ഉപജീവനം കുറഞ്ഞുപോയി എന്ന കാരണത്താലോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നത്, മറിച്ച് വലാകിൻ യഅലമു ബിമസാലിഹി ഇബാദിഹി, അടിമകളുടെ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് അവരുടെ നന്മ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉപജീവനം നൽകുന്നത് എന്നാണ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ഏറെ അനുകമ്പയുള്ളവനാണ്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ഏറെ കഴിവുള്ളവനും പ്രതാപിയുമാകുന്നു. അഥവാ യുആമിലുഹും ബിലുത്ഫിഹി, അടിമകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമാറുന്നത് അവരോട് ഏറ്റവും അനുകമ്പയോട് കൂടി തന്നെയാണ്. വഹുവ ഖവിയ്യുൻ അലാ അൻ യർസുഖൽ ജമീഅ റിസ്ഖൻ വാസിഅ, സകല സൃഷ്ടികൾക്കും ഉപജീവനം പകുത്തു നൽകുവാൻ മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവൻ തന്നെയാണ്. മനുഷ്യരാകട്ടെ മറ്റ് ജിന്നുകളാകട്ടെ മൃഗങ്ങളാകട്ടെ മറ്റുള്ള ഏത് സസൂക്ഷ്മ ജീവികളാണെങ്കിൽ പോലും അവകൾക്കെല്ലാം ഉപജീവനം പകുത്തു നൽകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവൻ തന്നെയാണ്. വഹുൽ അസീസു ഫി മുൽക്കിഹി, അവൻ അവന്റെ അധികാരത്തിൽ പ്രതാപമുള്ളവൻ തന്നെയാണ്. ആ പ്രതാപം കേവലം മനുഷ്യരിലേക്ക് ചേർത്തി വെക്കാൻ കഴിയുന്ന പ്രതാപമല്ല. അള്ളാഹുവിന്റെ രാജാധികാരം അത് മനുഷ്യരുടെ രാജാധികാരത്തിലേക്ക് ചേർത്തി വെക്കാൻ കഴിയുന്നതുമല്ല, മറിച്ച് അതിനെല്ലാം അപ്പുറം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതാപിയാണ്, അവൻ യുക്തിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനുമാകുന്നു. അവൻ ഉപജീവനം നൽകുവാനും അതിനെല്ലാത്തിനും അവൻ കഴിവുള്ളവൻ തന്നെയാണ് എന്ന് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നിട്ടും മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് കരങ്ങൾ നീട്ടുന്നു എന്നാണ്. വമിൻ ഹാദാ കുല്ലിഹി, ഇങ്ങനെയൊക്കെയായിട്ടും
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനായിട്ടും അവന്റെ രക്ഷിതാവ് അവനെ സ്വീകരിക്കാൻ റെഡിയായിട്ടും എന്നിട്ടും മനുഷ്യൻ യുറദ്ദു അലാ ഉലൈക അല്ലദീന യത്ലബൂന ഇൻദ ഗൈരിഹി അർരിസ്ഖ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഉപജീവനം തേടിക്കൊണ്ട് മനുഷ്യൻ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹൽ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖ അഥവാ അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപജീവനം നൽകാൻ കഴിവില്ലാത്തവരോട് ഉപജീവനത്തെ ഉടമപ്പെടുത്താത്തവരോട് അവർ തേടുകയാണ്, അവരോട് പ്രാർത്ഥിക്കുകയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട് അവർ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഉള്ള ഒരു ഉപജീവനവും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. ഷൈഅൻ ഒരു വസ്തു പോലും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളവരോട് അവർ ഉപജീവനത്തിന് വേണ്ടി തേടുകയാണ്. വലാ യസ്തതിഊന അവർക്കാകട്ടെ അത് സാധിക്കുകയുമില്ല, ഉപജീവനം എത്തിച്ചു കൊടുക്കാൻ കഴിയുകയുമില്ല. എന്നിട്ടും അല്ലാഹുവിന് പുറമെയുള്ള ഇത്തരത്തിലുള്ള ആളുകളോട് അവർ തേടുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് ഉപജീവനം നൽകുന്നതും മനുഷ്യരെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന ഉത്തരം വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അഥവാ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ അപ്പുറം മനുഷ്യർക്ക് ശ്രേഷ്ഠത നൽകിക്കൊണ്ട്, മനുഷ്യർക്ക് പ്രത്യേകത നൽകിക്കൊണ്ട് എന്തിനാണ് മനുഷ്യർക്ക് പ്രത്യേകമായി ഉപജീവനം നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മനുഷ്യരെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചത് അവർ എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ ആരാധനയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ അവരിൽ നിന്ന് ഒരു ഉപജീവനവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ അവർ എന്നെ ഭക്ഷിപ്പിക്കുവാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെന്നെ ഭക്ഷിപ്പിക്കേണ്ടതില്ല, അവർ എനിക്ക് ഉപജീവനം നൽകേണ്ടതില്ല, അവരെനിക്ക് പാരിതോഷികം നൽകേണ്ടതില്ല. മറിച്ച് അവർ എനിക്ക് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്, എന്നെ ആരാധിക്കുകയാണ് വേണ്ടത്. അതാണ് അവരിൽ നിന്നും, അതാണ് മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കുന്നത്. അതാണ് അവരുടെ ഉത്തരവാദിത്വവുമായിട്ടുള്ളത്. അത് നിർവഹിക്കാതിരുന്നാൽ അതിന്റെ ഖേദം പരലോകത്ത് അവർ ഏൽക്കേണ്ടി വരും, അതവർ അനുഭവിക്കേണ്ടി വരും എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മനുഷ്യർക്ക് ഉപജീവനം നൽകുന്ന, അവന്റെ സകല കാര്യങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന, എല്ലാം ചെയ്തു തരുന്ന റബ്ബിനെ കുറിച്ച് സ്മരിക്കാതെ, അവന് നന്ദി ചെയ്യാതെ, അവന്റെ വെറുപ്പും അനിഷ്ടവും സമ്പാദിച്ച് ധിക്കാരിയായി ജീവിക്കുന്ന മനുഷ്യൻ നന്ദി കെട്ടവനും വഴിവിഴച്ചവനും തന്നെയാണ് എന്ന് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബൽ ലജ്ജു ഫീ ഉതുവിൻ എങ്കിലും അവരിതാ ധിക്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതിൽ മുഴുകിയിരിക്കുന്നു. വനുഫൂരിൻ അവരിതാ വെറുപ്പിലും മുഴുകിയിരിക്കുന്നു എന്നാണ്. ഉതുവ് എന്ന് പറഞ്ഞാൽ തമാദിൻ ഫിൽ ദലാൽ പിഴച്ച വഴിയിൽ ധിക്കാരിയായി കടന്നു കയറുക എന്നാണ്. നുഫൂർ എന്ന് പറഞ്ഞാൽ തബാഉദിൻ അനിൽ ഹഖ് സത്യത്തിൽ നിന്നും വിദൂരത്തേക്ക് മാറി നിൽക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്യുക എന്നാണ്. ആ രൂപത്തിൽ പിഴച്ച വഴിയിലേക്ക് പ്രവേശിച്ച് ധിക്കാരിയായി മാറുകയും സത്യത്തിൽ നിന്നും വിദൂരത്തേക്ക് മാറി നിന്ന് വെറുപ്പിൽ മുഴുകിയിരിക്കുകയുമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിനാൽ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് കേവലം മറ്റു മൃഗങ്ങളെ പോലെ ജീവിച്ച് മരിച്ചു പോവുക, അതിനിടയിൽ ഭൗതികപരമായുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതിലപ്പുറം പാരത്രികമായി നമുക്ക് ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ എപ്പോഴും നാം തയ്യാറാകേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം പരലോകത്ത് അത് വലിയ പ്രയാസമായി നാം ഏൽക്കേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുണ്ട്. അത് തിരിച്ചറിയാൻ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുകയും പ്രവാചക ചര്യ പഠിച്ചുകൊണ്ട് ഏതൊക്കെയാണ് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.